കെപ്ലേഴ്സ് എന്നു പേരുള്ള മനോഹരമായ ഒരു ഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഗ്രഹത്തെപ്പറ്റി കേട്ടറിഞ്ഞ മനുഷ്യര് അവിടെ എത്തി ഈ ഗ്രഹവും നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ചെയ്തതിൽ കുറ്റബോധം തോന്നിയ ഒരേ ഒരു മനുഷ്യൻ മാത്രം അവിടെ ഏറ്റവും പവർഫുള്ളായ കർലാലോ എന്ന ചെടിയുടെ വിത്ത് ആരും കാണാത്ത ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് പ്രസന്റ് ടൈമില് ഈ നടന്ന കഥയെല്ലാം തന്നെ ഫെയറി ടെയിൽ കഥകളാണെന്ന രീതിയിലാണ് പ്രചരിച്ചു വന്നത്. എന്നാൽ ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആക്സൽ, ഗാഗ, ജൂനോ എന്ന 3 പിള്ളേര് കർലാലോ ഒളിപ്പിച്ചു വെച്ച കുന്തയെയും തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അച്ഛൻ ഇത് കേട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുന്നു. ഇവരുടെ അച്ഛൻ പണ്ട് കെപ്ലേഴ്സ് ആർമിയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ആണെങ്കിലും ഇവിടുത്തെ സ്ഥിതി വഷളായതോടുകൂടി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായി ഒരിടത്ത് മാറി താമസിക്കുകയാണ്. എന്ന അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ കർലാലോയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. മൂത്തവനായ ആക്സൽ എന്തായാലും നാളെ കർലാലോ കണ്ടുപിടിക്കാനുള്ള യാത്ര തിരിക്കുമെന്ന് പറയുമ്പോൾ അവന്റെ അനിയത്തിയായ ഗാഗ ഞാനും വരുമെന്ന് പറയുന്നു. ഇവര് രണ്ടുപേരും പോകുമ്പോൾ കുഞ്ഞനിയനായ ജൂനോ പറഞ്ഞു ഞാനും കൂടെ വരും, ഇല്ലാതെ നിങ്ങളെ വിടത്തില്ല എന്ന്. അങ്ങനെ അച്ഛനോട് പറയാതെ പിറ്റേ ദിവസം തന്നെ ഇവര് പുട്രോൺ എന്ന മയില് പോലുള്ള ഒരു പക്ഷി അതിന്റെ പുറത്ത് കയറി യാത്ര തിരിക്കാണ്. അച്ഛൻ അന്നേരം ഇതറിയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങള് കർലാലോ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുനാൾ തൊട്ട് കേട്ടു വളർന്ന കഥകളിലെ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു ഈ കർലാലോ ചെടിയും അത് ഇവിടെ വെച്ച് പോയ കുന്ത എന്ന മനുഷ്യനും. കർലാലോ ചെടിക്കൊരു പ്രത്യേകതയുണ്ട്, അത് ഭയങ്കര പവർഫുൾ ആണ്. അതിന്റെ നീരുപയോഗിച്ച് വരെ നമുക്ക് പല മെഷീൻസും വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നൊക്കെയുണ്ട്. ഇതേ സമയം നമ്മളൊരു റോബോട്ടിനെ കാണുകയാണ്. 2 പച്ച ഭൂതങ്ങള് ഈ റോബോട്ടിന് കർലാലോ വിത്ത് എന്നും പറഞ്ഞ് ഒരു പഞ്ഞു പോലുള്ള സംഗതി കൊടുക്കുന്നുണ്ട്. ഈ വിത്ത് ഉപയോഗിച്ച് വരെ ഈ റോബോട്ട് ഒരു വലിയ മെഷീൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ ലൂയി ബാബ എന്നൊരാളെ കാണുന്നുണ്ട്. മനുഷ്യനാണെന്ന് സ്വയം പറയുന്ന ലൂയി ബാബയാണ് ഈ ഗ്രഹത്തിലെ ഏറ്റവും വലിയ ആള്. ഈ ലൂയി ബാബയുടെ സഹായിയായ ഡോക്ടർ വാൻസിനോട് ഇപ്പൊ ലൂയി ബാബ ഒരു മത്സരം നടത്തേണ്ട കാര്യത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മത്സരവേദിയാണ് നമ്മൾ കാണുന്നത്. ഒരു ട്രാക്കെല്ലാം ലൂയി ബാബയുടെ ആൾക്കാര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ട്രാക്കിലൂടെയാണ് ഇതെന്താ സംഗതി എന്ന് പോലും അറിയാതെ നമ്മുടെ ആക്സലും ഗാഗയും ജൂനോയും കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാക്കിൽ ആരോ കടന്നിട്ടുണ്ടെന്ന് കണ്ട അവിടെയുള്ള ഒരു പക്ഷി ഇവരെ ഒഴിപ്പിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും ഈ പക്ഷി ഇവരെ പേടിപ്പിക്കാൻ നോക്കുവാണ്. അങ്ങനെയൊക്കെ കരുതിയിട്ട് നമ്മുടെ ആക്സലും ഗാഗയും ജൂനോയും ആ പക്ഷിയോട് ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിലൂടെ റേസേഴ്സ് വരുന്നുണ്ട്. അപ്പോ കാര്യങ്ങള് റേസ് സ്മൂത്തായി നടക്കാൻ വേണ്ടിയാണ് നമ്മുടെ പക്ഷി ഇവരെ ഇവിടെ നിന്ന് മാറ്റിയത്, ഒരു റഫറി പോലെ. ഇതൊന്നും മനസ്സിലാക്കുന്നില്ല ഇവര്. അധികം കഴിയാതെ റേസേഴ്സ് അതുവഴി പാസ് ചെയ്തു. നമ്മുടെ ആക്സലും ഗാഗയും ജൂനോയും അവർക്കിടയിൽ പെട്ടുപോവുകയും ചെയ്തു. സാധാരണ ഒരു മത്സരം നടക്കുമ്പോൾ ഈ മത്സരം ജയിക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുക എങ്കിൽ ഈ റേസിൽ ആർക്കും ജയിക്കേണ്ടായിരുന്നു. അങ്ങനെ ഇവരെ കണ്ട് പേടിച്ചോടിയ നമ്മുടെ ഗാഗ ഏറ്റവും ഫ്രണ്ടിലെത്തിയപ്പോൾ അവള് ഈ മത്സരത്തിൽ വിജയിച്ചതായിട്ട് നമ്മുടെ ലൂയി ബാബ പ്രഖ്യാപിക്കുകയാണ്. ഈ മത്സരത്തിൽ വിജയിക്കുന്നവരെ ബേർഡി കിങ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത്, ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊന്നും നമ്മുടെ ഗാഗയ്ക്ക് അറിയത്തില്ല. എന്നാൽ അവളാണിപ്പോ ബേർഡി കിങ് എന്നും പറഞ്ഞ് എല്ലാവരും ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ തന്നെ ഇട്ട് പുകഴ്ത്തി പറയുമ്പോൾ നമ്മുടെ ഗാഗയും അതിനോടൊപ്പം നിന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗാഗ എടുത്തുകൊണ്ട് അവിടെയുള്ളവർ പോകുന്നു. ആക്സലും ജൂനോയും പിറകെ പോകുന്നുണ്ട്. അന്ന് രാത്രിയിൽ ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബേർഡി കിങ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ആക്സലിനൊരു സംശയം, എന്താണ് ഈ മത്സരത്തിൽ വിജയിച്ച് ബേർഡി കിങ് എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് കർലാലോ എന്ന ചെടിയുടെ വിത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ലൂയി ബാബ ഈ ബേർഡി കിങ്ങിനെയാണ് പറഞ്ഞയക്കുക. കർലാലോ അവിടെയുള്ള ഒരു അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലാണെന്നാണ് വിശ്വാസം. അപ്പൊ അതിനകത്ത് പോയി കർലാലയുടെ വിത്ത് ശേഖരിച്ച് വരേണ്ടത് ഈ ബേർഡി കിങ് ആണ്. ഇത് കേട്ടത് ഗാഗയ്ക്ക് പേടിയായി. കാരണം ആ ഒരു അഗ്നിപർവ്വതം എപ്പോഴും പൊട്ടിത്തെറിക്കും. അതിനകത്ത് പോയിട്ട് വിത്തെടുക്കുക എന്ന് പറഞ്ഞ സ്വന്തം ജീവൻ കളയുന്ന പരിപാടിയാണ്. അതൊന്നും നടക്കത്തില്ല എന്ന് ഗാഗ പറഞ്ഞെങ്കിലും
ബാക്കിയുള്ളവർ ആരും അത് കേട്ടില്ല. ആക്സിലും അവളെ സംരക്ഷിക്കാൻ നോക്കി. പക്ഷേ അവന് ഒരിടത്ത് പിടിച്ചു വെക്കുകയാണ് അവിടെയുള്ളവർ ചെയ്യുന്നത്. എന്നിട്ട് ഗാഗയെ ഒരിടത്ത് മറച്ചു വെച്ചു. അന്ന് രാത്രി ആക്സലിനെ കാണാൻ വേണ്ടി ഡോക്ടർ വാൻസ് വരുന്നു. വാൻസ് പറഞ്ഞു, ഇതൊന്നും ഞാൻ അറിഞ്ഞ് ചെയ്യുന്ന പരിപാടിയല്ല. ഇവിടെയുള്ള ലൂയി ബാബയും ആൾക്കാരുമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ലൂയി ബാബയ്ക്ക് മാത്രമാണ് ഈ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ കയറി വിത്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് കയറി മരിച്ചു പോകുന്നതിനനുസരിച്ച് അയാളുടെ ഇവിടെയുള്ള പവർ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ പിറ്റേ ദിവസം സമയം വന്നെത്തി. നമ്മുടെ ഗാഗയെ ഇതിനു വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ള ആക്സലിനെ നമ്മുടെ ഡോക്ടർ വാൻസ് സഹായിച്ച് അവനിപ്പോൾ സ്വതന്ത്രമായി നടക്കുന്നുണ്ട്. അവനും ജൂനോയും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കി. ഗാഗയെ ഇവിടേക്ക് എറിയുന്ന സമയത്തേക്ക് അവളെ മാറ്റി ആക്സല് ഇതിന് പകരം ഈ ഒരു അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലോട്ട് കടക്കും. കാരണം അവരിങ്ങോട്ട് വന്നത് തന്നെ കർലാലോയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗാഗയെ തട്ടി മാറ്റിയിട്ട് അവൾക്ക് പകരം ആക്സലാണ് ഇപ്പോൾ ഈ ഒരു അഗ്നിപർവ്വതത്തിന്റെ അകത്തോട്ട് കടക്കുന്നത്. അതിനകത്ത് നിന്ന് ഈ ലാവ നുരഞ്ഞു പൊന്തി വരുന്നുണ്ട്. അവൻ അകത്തോട്ട് കടക്കാതെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. എല്ലാവരും കരുതി ആക്സൽ അതിനകത്തോട്ട് പോയി വീണ് അവൻ മരണപ്പെട്ടു എന്ന്. എന്നാൽ പതിയെ പതിയെ അകത്തോട്ട് പോകുന്ന അവൻ കർലാലോ വിത്ത് മുകളിലോട്ട് പൊന്തി വരുന്നത് കാണാനായി ഇടവരികയാണ്. ആ വിത്ത് വരുന്ന ഭാഗം നോക്കി അവൻ അകത്തോട്ട് കടക്കുന്നുണ്ട്. ഇതേ സമയത്ത് ലൂയി ബാബയാണെങ്കിൽ ഈ ഡോക്ടർ വാൻസ് ആണ് ഇവരെ ഇവിടെ നിന്ന് മോചിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആക്സല് ഒരുവിധം ഈ വിത്തെടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ ലൂയി ബാബയ്ക്ക് അത് വിശ്വസിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അയാളെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അയാളേക്കാൾ ശേഷിയുണ്ടെന്ന് ഇപ്പൊ ആക്സല് വരുത്തി തീർത്തതാണല്ലോ. അവര് വീണ്ടും തുറങ്കലിൽ അടച്ചു. എന്നാൽ ഡോക്ടർ വാൻസ് ഈ 3 കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് അന്ന് രാത്രി തന്നെ കൊട്ടാരത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആക്സല് പറഞ്ഞു, ഈ ഒരു അഗ്നിപർവ്വതത്തിനുള്ളിൽ കർലാലോ ഉണ്ട്, അതിനകത്ത് കയറി നമുക്കത് കണ്ടെത്തണമെന്ന്. ഇന്ന് രാത്രി നമുക്കൊന്നും ചെയ്യണ്ട എന്ന് ഡോക്ടർ വാൻസ് പറയാണ്. എന്നിട്ട് നമ്മുടെ ആക്സലിനോട് പുള്ളിയുടെ ഗ്രഹം ഇതല്ല എന്ന് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ സമയത്തേക്ക് ഇവരുടെ അച്ഛനും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആക്സലും ഡോക്ടർ വാൻസും ഉറങ്ങാനാവാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡോക്ടർ വാൻസ് ആക്സലിനോട് പറഞ്ഞു, എൻ്റെ ഗ്രഹത്തില് ഇതുപോലെ മണൽ പരപ്പുകളല്ല. എൻ്റെ ഗ്രഹത്തില് നമ്മളിപ്പോ ഈ മരുഭൂമി കാണുന്ന കൂട്ട് വെള്ളമുണ്ടായിരുന്നു. അതിനെ കടൽ എന്നാണ് വിളിച്ചിരുന്നത്. അവിടെ തിരമാലകൾ ഉണ്ടായിരുന്നു, കാറ്റ് വീശുമായിരുന്നു, കിളികളുടെ ശബ്ദവും എല്ലാം കേൾക്കുമായിരുന്നു. ചുമ്മാ കണ്ണടച്ചിരുന്ന് ആക്സലിന് ഈ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ആക്സല് പറഞ്ഞു, എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹത്തെ നന്നായി മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ എന്തായാലും കർലാലോ ചെടി കണ്ടുപിടിക്കും. അങ്ങനെ പവർ ഉപയോഗിച്ച് നിങ്ങളെ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് അയക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. എന്ന ഭൂമിയിലുള്ളവര് അവരെ എനിക്ക് ദേഷ്യമാണെന്ന് ആക്സല് പറയുന്നു. പിറ്റേ ദിവസം ആവട്ടെ നമ്മൾ വലിയൊരു റോബോട്ടിനെ കാണുന്നുണ്ട്. ഈ റോബോട്ട് നമ്മുടെ ഗ്രഹത്തിന്റെ ഏതോ ഒരു ഭാഗം ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേരത്ത് ഡോക്ടർ വാൻസ് ആവട്ടെ ഇവരുടെ കൂടെ കൂടിയിട്ട് നമ്മുടെ പിള്ളേരുടെ കൂടെ കൂടിയിട്ട് ഈ ഒരു അഗ്നിപർവ്വതത്തിന്റെ അകത്തേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് അഗ്നിപർവ്വതത്തിന്റെ അകത്തോട്ട് കടന്നു. ആക്സല് പറഞ്ഞു, ലാവയുടെ ദേഹത്ത് തട്ടാതെ ഈ വഴിയെ വായെന്ന്. അവിടെ ഒരു ഓട്ടയുണ്ടായിരുന്നു. അതിലൂടെ ഇവര് 4 ആൾക്കാരും അകത്തോട്ട് കടന്നു. ആ ഭാഗത്തേക്ക് ഈ ചൂടും അല്ലെങ്കിൽ ഈ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറവായിരുന്നു. അങ്ങനെ അകത്തോട്ട് പോയവര് ശരിക്കും അമ്പരന്നു. കാരണം ഈ ഗ്രഹത്തെ മുഴുവൻ പച്ച പിടിപ്പിക്കാൻ പോകുന്ന അത്ര ശേഷിയുള്ള കർലാലോ ചെടി ഇവിടെ വളർന്ന് വലുതായിട്ടുണ്ടായിരുന്നു. അതായത് കുന്ത ഇവിടെയാണ് ആ കർലാലോ ചെടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ മുഴുവൻ പടർന്ന് പന്തലിച്ച് അതങ്ങനെ നിൽക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു കാഴ്ച കണ്ടതും ആക്സലിനും ഗാഗയ്ക്കും ജൂനോയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു രീതിയിലായിരുന്നു. അവിടെ ചിത്രശലഭങ്ങളെ ഇവർ കാണുന്നുണ്ട്, ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കാണുന്നുണ്ട്. കുന്തയുടെ ഒരു ജേണലും ആക്സലിന് കിട്ടി. അതിൽ എഴുതിയിരിക്കുന്നത് അവന്റെ വംശക്കാര് ഇങ്ങനെ ഈ ഗ്രഹം നശിപ്പിച്ചതിൽ തനിക്ക് വിഷമമുണ്ടെന്നും ഈ ഗ്രഹം വീണ്ടും പച്ച പിടിപ്പിക്കാനായിട്ടാണ് താൻ ഇവിടെ കർലാലോ നട്ടു വളർത്തിയതെന്നും ഇവിടെയുള്ള ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്താൽ
ഈ ഒരു അഗ്നിപർവ്വതത്തിന്റെ ഒരു ഭാഗം തുറക്കാനായി സാധിക്കുമെന്നും അതിലൂടെ ഇതിനകത്ത് മാത്രമുള്ള കർലാലോ ചെടികൾ പുറത്തേക്ക് വരുമെന്നൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തതും കെപ്ലേഴ്സിന്റെ നടുവിലൂടെ ഒരു വിള്ളല് വീണു. ആ വിള്ളല് ഇവിടുത്തെ കൊട്ടാരത്തിലൂടെ പാസ് ചെയ്യാണ്. അങ്ങനെ കൊട്ടാരം പൊളിഞ്ഞു വീഴുമ്പോൾ ലൂയി ബാബ എന്ന് പറഞ്ഞ് സ്വയം പുകഴ്ന്ന് നടക്കുന്ന അവിടുത്തെ രാജാവിന്റെ യഥാർത്ഥ രൂപവും ഇവിടെയുള്ള ഒരു രീതിയിലുള്ള ഒരു കുള്ളനാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ആ സമയത്തേക്ക് നമ്മുടെ ആക്സലും കൂട്ടരും ഇവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവര് കർലാലോ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ലൂയി ബാബ അതെന്റെ കാരണം കൊണ്ടാണെന്ന് സ്വയം ഇങ്ങനെ തന്റെ കയ്യിലാണ് ക്രെഡിറ്റ് എന്നിങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല. അങ്ങനെ കർലാലോ ചെടികൾ കൊണ്ട് വീണ്ടും കെപ്ലേഴ്സ് നിറയുന്ന ഒരു ഘട്ടം വന്നപ്പോഴേക്ക് അവിടെയുള്ള ഡോക്ടർ വാൻസിന്റെ ഭാവം മാറി. അവിടേക്ക് അന്നേരം ഒരു റോബോട്ട് വരുന്നുണ്ട്. ആ റോബോട്ട് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് റോബോട്ടിനെ ഇവരെല്ലാവരും ഒന്നിച്ച് എതിർക്കുമെന്നാണ്. പക്ഷെ ആ റോബോട്ടിനെ പ്രവർത്തിപ്പിക്കുന്നത് തന്നെ ഡോക്ടർ വാൻസ് ആയിരുന്നു. കാരണം നമ്മൾ നേരത്തെ കണ്ട ആ റോബോട്ടിന്റെ ഉള്ളിൽ ഇയാളാണ് ഉണ്ടായിരുന്നത്. ഇയാളാണ് ആ ഒരു മെഷീൻ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത്. ഇയാൾ ഒരു ഭൂമിയിലുള്ള ആളാണെന്നുള്ളത് മനസ്സിലായത് ആക്സലിന് അപ്പോഴാണ്. ആ ഗ്രഹത്തിലുള്ളവർക്ക് ഭൂമിയിലുള്ളവരെ മാത്രമാണ് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഡോക്ടർ വാൻസിനോടും അവർക്ക് ആ ശത്രുത തോന്നി. ഭൂമിയിലേക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടി ഈ കർലാലോ ചെടി അത്യാവശ്യമാണ്, അതിന്റെ പവർ വേണം. അതിനു വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഡോക്ടർ വാൻസ് അവിടെ നിന്നത്. അങ്ങനെ അവിടെ ഉയർന്നു വന്ന എല്ലാ കർലാലോയിൽ നിന്ന് അവരുടെ പവർ എല്ലാം ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ വാൻസ്. അന്നേരം ആക്സൽ പറയുന്നുണ്ട്, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഈ ഒരു കാര്യം ചെയ്തെടുത്തത് ഞങ്ങളുടെ ഗ്രഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങൾ ജനിച്ച അന്ന് തൊട്ട് തരിച്ചായി കിടക്കുന്ന ഈ ഗ്രഹം മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ അതുപോലും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ ഇവരുടെ അച്ഛൻ വന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അച്ഛനെ ഡോക്ടർ വാൻസ് ഇല്ലാതാക്കി കളഞ്ഞു. ആക്സലും കൂട്ടരും ഉറപ്പായിട്ടും ഡോക്ടർ വാൻസ് എന്ന ആ ദുഷ്ടനെതിരെ പോരാടണം എന്ന് കരുതുന്നു. പക്ഷെ ആക്സലിനെ ആ റോബോട്ട് എടുത്ത് എങ്ങോ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഗാഗയും ജൂനോയും അവനെ ഒത്തിരി നേരം തെരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. അവരങ്ങനെ അവനെ വിളിച്ചു നടക്കുന്നുണ്ട്. ആക്സൽ ഒരിടത്ത് ബോധമില്ലാതെ കിടക്കുമ്പോഴാണ് അനിയത്തിമാരുടെ ഈ ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ അവൻ ഈ വശത്തേക്ക് വരുമ്പോൾ ഈ ഡോക്ടർ വാൻസിന്റെ നീരാളി പോലുള്ള ആ ഒരു മെഷീനുമായിട്ട് ഈ കുഞ്ഞുങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ അത്രമേൽ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും തന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഗ്രഹത്തെ നാശമാക്കാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള ബാക്കി ആളുകളും ഈ ഒരു ജീവിയോട് അല്ലെങ്കിൽ ഈ ഒരു റോബോട്ടിനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആക്സല് കടന്നു വന്നു. തന്റെ ആഗ്രഹം നടക്കാനായി പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് ആ ഒരു റോബോട്ടിനോട് എതിരിട്ടുകൊണ്ടിരിക്കുകയാണ്. റോബോട്ട് എന്ന് പറയുമ്പോൾ ഇരുമ്പാണ്. അപ്പോൾ ഇവൻ ഒരു കാന്തം ഒപ്പിച്ചു വന്നു. എന്നിട്ട് നീരാളി കൈ പോലുള്ള അതിന്റെ കൈകള് 5-6 ഒന്നിച്ച് ഈ കാന്തത്തില് ഒട്ടിപ്പിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഈ കർലാലോയിൽ നിന്ന് എനർജി എടുക്കുന്ന ഇതിന്റെ ശേഷി കുറഞ്ഞ് ഇത് എനിമിയോട് പോരാടാനുള്ള ശേഷിയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ഡോക്ടർ വാൻസ് അന്നേരം മറ്റൊരു റോബോട്ടിന്റെ രൂപത്തിലേക്ക് മാറി. എന്നിട്ട് ഇവനെ എതിർക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്നു. അങ്ങനെ ആക്സലും ഡോക്ടർ വാൻസും തമ്മിൽ ഒരു കിടിലൻ ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇയാളുടെ ആ ഒരു മെഷീൻ, അതായത് ഈ ഗ്രഹത്തിൽ നിന്ന് മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്ന മെഷീൻ പതുക്കെ ആയിട്ട് നമ്മുടെ ആക്സല് തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ഡോക്ടർ വാൻസ്, അങ്ങനെയൊന്നും ചെയ്യല്ലടാ, 20 വർഷത്തോളമായി ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സാധന ഇത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ഗ്രഹം നശിപ്പിക്കാൻ പോകുന്ന ഈ ശക്തിയെ നശിപ്പിക്കുന്നതിനേക്കാൾ വലുതായിട്ട് ആക്സലിന് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അധികം കഴിയാതെ ഡോക്ടർ വാൻസിന്റെ ഒരു പവർ സപ്ലൈ അടങ്ങുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആക്സൽ പുറത്തെടുത്ത് അത് നശിപ്പിച്ച് കളയുന്നുണ്ട്. അതോടുകൂടി റോബോട്ടിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി. അങ്ങനെ എല്ലാം തീർന്നു എന്ന കണക്കിൽ ഇവരിയ്ക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ആ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. അതിന്റെ പരിസരത്തായിട്ടുണ്ടായിരുന്ന ഡോക്ടർ വാൻസിന്റെ കഥ അതോടുകൂടി കഴിഞ്ഞു. വീണ്ടും ഈ ഗ്രഹത്തില് ചൂട് കൂടുകയാണല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ടാണ് നമ്മുടെ ആക്സലും കൂട്ടരും നിൽക്കുന്നത്. പെട്ടെന്നായിരുന്നു അവർക്ക് മുന്നിലേക്ക് ഒരു വെള്ളം പോലെ വന്നു വീഴുന്നത്. മഴയാണ് സംഗതി. എന്നാൽ മഴ എന്താണെന്ന് കൂടി ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മനസ്സിലായി മഴ. ഇതവർ കേൾവിയുണ്ട് കഥകളിലൂടെ. അങ്ങനെ മഴ പെയ്ത് വീണ്ടും അവിടെ നശിച്ചു പോവാൻ ഇരുന്നിരുന്ന കർലാലോ വീണ്ടും ഉണ്ടായി തുടങ്ങി. അങ്ങനെ ആ ഗ്രഹത്തില് നിറയെ ചെടികളുണ്ടായി. കെപ്ലേഴ്സ്
പണ്ടത്തെ മനോഹാരിതയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് 2023 പുറത്തിറങ്ങിയ സ്പേസ് കിഡ്സ് എന്ന മനോഹരമായ ഈ സിനിമ അവസാനിക്കുന്നത്. വളരെ വലിയൊരു മെസ്സേജാണ് ഈ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കെപ്ലേഴ്സ് എന്ന ഈ ഗ്രഹം നമുക്ക് ഭൂമിയായി സങ്കല്പിക്കാം. ഭൂമിയിൽ ഇപ്പോൾ മരങ്ങളുണ്ട്, ചെടികളുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെയുണ്ട്. എന്നാൽ അത് നശിച്ചു പൊക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് ഇതേപ്പറ്റി അറിയാം. മരങ്ങൾ എങ്ങനെയാണ്, ചെടികൾ എങ്ങനെയാണ്, നദികൾ എങ്ങനെയാണ്, മലകൾ എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് അറിയാം. പക്ഷേ ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 100 വർഷം കഴിഞ്ഞുള്ള ഭൂമിയെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളെ പോലെ മരങ്ങളെ പറ്റി അറിയാനും നദികളെ പറ്റി അറിയാനും മലകളെ പറ്റി അറിയാനും കഴിയുന്നുണ്ടായിരിക്കോ? അന്നെല്ലാം ഇതുണ്ടായിരിക്കുമോ എന്ന് തന്നെ സംശയമാണ്. അന്നത്തെ കുട്ടികള് ചിലപ്പോ ഇതെല്ലാം കേട്ടുകേൾവിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ ഇന്ന് കരുതുന്ന പോലെ ഓക്സിജൻ കിട്ടാൻ വരെ അവർ ക്യാപ്സ്യൂളുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും 100 വർഷങ്ങൾക്ക് ശേഷമുള്ള ഭൂമിയെ കാണിക്കുന്ന രീതിയിലാണ് കെപ്ലേഴ്സ് എന്ന ഗ്രഹത്തെ നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ വെറും കേട്ടുകേൾവികളാണെന്ന് നമ്മുടെ തലമുറക്കാര് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു കാലം അധികം ദൂരെയൊന്നുമല്ല. അതെല്ലാം തന്നെ സംഭവിക്കാൻ പോകുന്നതും നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പേരിലാണ്. നമ്മൾ ഇന്നൊരു മരം വച്ച് പിടിപ്പിക്കുന്നതിന് പകരമായിട്ട് ഒരു 100 മരം എങ്ങനെ വെട്ടി നശിപ്പിക്കാമെന്ന് ആലോചിക്കുന്നതില് വലിയ ഇതൊന്നുമില്ല. നമ്മുടെ ഭൂമി എവിടേക്ക് എത്തിച്ചേരുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാനായിട്ട്. സോ അങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള നമ്മുടെ ഭാവിയെ തന്നെ കാണിക്കുകയാണ് ഈ സിനിമയിലൂടെ. ഇങ്ങനൊരു സിനിമ കണ്ടിട്ടെങ്കിലും നമ്മൾ മനുഷ്യന്മാർക്ക് നല്ലത് ചെയ്യാൻ തോന്നട്ടെ എന്ന് അവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം. സോ കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ സിനിമ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കഥയ്ക്കിടയിൽ എന്തെങ്കിലും മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ചെടികളും മരങ്ങളും എല്ലാം വച്ച് പിടിപ്പിക്കാനായിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമാണോ എന്നുള്ളത് കമൻസായി പറയുക. കുറച്ചു കാലം കഴിഞ്ഞുള്ള ലോകത്തെ പറ്റി ആലോചിച്ച് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഭൂമി എത്താതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ളതും കൂടി കമൻസായി പറയാം. സോ നമുക്ക് മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായി ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ ബൈ.